കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇന്നർ പ്രൊഡക്റ്റ്, എപ്പോഴാണ് ഒരു വെക്ടർ സ്പേസ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആവുക എന്ന് പറഞ്ഞു. പിന്നെ എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ എന്ന് പറയാ, ഒരു സെറ്റ് എപ്പോഴാണ് ഓർത്തോഗണൽ ആൻഡ് ഓർത്തോനോർമൽ എന്ന് പറയാ. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്, നമ്മളുടെ ഒരു വെക്ടർ ഉണ്ട്, ഒരു ഓർത്തോഗണൽ ബേസിസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള വെക്ടറിനെ എങ്ങനെ ആ ബേസിസിന്റെ ടേംസിൽ എഴുതും എന്നാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. നമ്മളുടെ യു എന്നൊരു വെക്ടർ ഉണ്ട്, എസ് എന്ന് പറഞ്ഞ v1 v2 എക്സെട്ര vn എന്ന് പറഞ്ഞൊരു ബേസിസ് ഉണ്ട്. യു ഈക്വൽ ടു c1 v1 പ്ലസ് c2 v2 പ്ലസ് എക്സെട്ര cn vn ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ c1 c2 എക്സെട്ര cn ആണ് നമ്മൾ കോർഡിനേറ്റ്സ് റിലേറ്റീവ് ടു എസ് എന്ന് പറയാം. അല്ലെങ്കിൽ എലാബറേറ്റ് ആയിട്ട് കോർഡിനേറ്റ്സ് വെക്ടർ ഓഫ് യു റിലേറ്റീവ് ടു എസ്. ഇനി നമുക്കൊരു തിയറം, ഇഫ് എസ് ഈക്വൽ ടു v1 v2 etc vn is an orthogonal basis for an inner product space capital V, and if u is any vector in V, then പെട്ടെന്ന് കോർഡിനേറ്റ്സ് കാണാനുള്ള ഒരു ഫോർമുലയാണ്. then vector u equal to inner product u v1 by norm v1 square into v1 plus inner product u v2 by norm v2 square into v2 plus etc plus inner product u comma vn divided by norm vn square into vn. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വളരെ ആവശ്യമുള്ള ഒരു ഫോർമുലയാണ്. യു ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് യു വി വൺ ബൈ നോം വി വൺ സ്ക്വയർ വി വൺ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് യു വി ടു ബൈ നോം വി ടു സ്ക്വയർ ഇൻറ്റു വി ടു പ്ലസ് എക്സെട്ര ഇന്നർ പ്രൊഡക്റ്റ് യു വി എൻ ബൈ നോം വി എൻ സ്ക്വയർ ഇൻറ്റു വി എൻ. ഇപ്പൊ നമ്മൾ ഓർത്തോഗണൽ ബേസിസിനാണ് പറഞ്ഞത്. ഇഫ് എസ് ഈക്വൽ ടു v1 v2 etc vn is an orthonormal basis for an inner product space V, and if u is any vector in V, then നമുക്കറിയാം ഓർത്തോനോർമൽ ബേസിസ് എന്ന് പറഞ്ഞാൽ ഓർത്തോഗണലും ആവണം, പിന്നെ ഓരോ വെക്ടറിന്റെ നോമ് 1 ആവണം. ഓർത്തോഗണലും ആവണം, ഓരോ വെക്ടറിന്റെ നോമ് 1 ആവണം. അപ്പൊ നമുക്ക് മുകളിലത്തേല് നോം വി വൺ സ്ക്വയർ എന്നുള്ളത് 1 ആയി മാറും. എല്ലാത്തിന്റെയും നോമ് 1 ആയി മാറും, കാരണം ഓർത്തോനോർമൽ ബേസിസ് ആണ്. therefore u equal to inner product u v1 v1 plus inner product u v2 v2 plus etc inner product u vn vn. അപ്പൊ പഠിക്കുമ്പോൾ ഇതാണ് പഠിക്കുന്നത്, അതാണ് എളുപ്പം. ഇതിൽ നിന്ന് നമുക്ക് ഓർത്തോനോർമലിന്റെ എഴുതെടുക്കാം. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഷോ ദാറ്റ് എസ് ഈക്വൽ ടു v1 v2 v3 where v1 equal to 0 1 0, v2 equal to minus 4 by 5 0
3 by 5 and V3 equal to 3 by 5, 0, 4 by 5 is an orthonormal basis for R3 with Euclidean inner product. Euclidean inner product എന്ന് വെച്ചാൽ നമ്മുടെ സാധാ ഡോട്ട് പ്രോഡക്റ്റ്. Find coordinate vector of U relative to S where U equal to 1, 1, 1. ആദ്യം നമുക്ക് എസ് എന്ന് പറയുന്നത് ഒരു ഓർത്തോനോർമൽ ബേസിസ് ആണെന്ന് കാണിക്കണം. അത് കാണിച്ചതിന് ശേഷം നമുക്ക് കോർഡിനേറ്റ് വെക്ടർ ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എസ് കാണണം. അപ്പൊ ആദ്യം നമുക്ക് എസ് ഓർത്തോനോർമൽ ആണെന്ന് കാണിക്കാം. ഓർത്തോനോർമൽ ആണെന്ന് കാണിക്കാൻ ആദ്യം ഓർത്തോഗണൽ ആണെന്ന് കാണിക്കണം, പിന്നെ വെക്ടേഴ്സിന്റെ നോം 1 ആണെന്ന് കാണിക്കണം. ഓർത്തോഗണൽ കാണിക്കാൻ ഡിസ്റ്റിങ്ക്ട് വെക്ടേഴ്സിന്റെ ഇന്നർ പ്രൊഡക്റ്റ് 0 ആണെന്ന് കാണിക്കണം. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് V1 V2 ഈക്വൽ ടു ഡോട്ട് പ്രൊഡക്റ്റ് ആണ് 0 into minus 4 by 5 plus 1 into 0 plus 0 into 3 by 5 equal to 0. ഇനി inner product V1 V3 equal to 0 into 3 by 5 plus 1 into 0 plus 0 into 4 by 5 equal to 0. The inner product V2 V3 equal to minus 4 by 5 into 3 by 5 plus 0 into 0 plus 3 by 5 into 4 by 5. ഇവിടെ നമുക്ക് നെഗറ്റീവ് 12 by 25ഉം ഇവിടെ നമുക്ക് പോസിറ്റീവ് 12 by 25 ഉണ്ട്. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ആവും, ഈക്വൽ ടു 0. This implies S is orthogonal. ഇനി നമുക്ക് ഓരോന്നിന്റെ നോം കാണാം. അപ്പൊ നോം V1 equal to root of inner product V1 V1 equal to root of 0 square plus 1 square plus 0 square equal to 1. ഇനി norm of V2 equal to square root of inner product V2 V2 equal to square root of minus 4 by 5 whole square plus 0 square plus 3 by 5 whole square equal to root of 16 plus 9 by 25 equal to root of 25 by 25 equal to root 1, which is equal to 1. Norm V3 equal to root of inner product V3 V3 equal to root of 3 by 5 square plus 0 square plus 4 by 5 square. This is equal to root of 9 by 25 plus 16 by 25 equal to root 25 by 25 equal to 1. എസ് ഓർത്തോഗണലും ആണ്, ഓരോ വെക്ടേഴ്സിന്റെ നോം 1 ആണ്. Therefore, S is an orthonormal set of vectors in R3. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർത്തോഗണൽ സെറ്റ് ആണെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും, ഒരു തിയറം. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പറയാം എസ് എന്ന സെറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇൻ R3. എസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. എസ്സില് 3 എലമെന്റ്സും ആണ് ഉള്ളത്. Therefore, എസ്സിന് R3നെ സ്പാൻ ചെയ്യാൻ പറ്റും. S spans R3. Therefore,
S is an orthonormal basis for R3. ഇനി നമുക്ക് കോർഡിനേറ്റ് വെക്ടർ ഓഫ് U റിലേറ്റീവ് ടു S കാണണം. ഇവിടെ ഓർത്തോനോർമൽ ബേസിസ് ആണ്, അപ്പൊ നമുക്ക് ഫോർമുല അറിയാം. അപ്പൊ കോർഡിനേറ്റ് വെക്ടർ ഓഫ് U റിലേറ്റീവ് ടു S നെ നമുക്ക് U ഈക്വൽ ടു UV1 inner product UV1 V1 plus inner product UV2 V2 plus inner product coordinate of U with respect to S എന്ന് പറയുന്നത് ordered pair inner product UV1 comma inner product UV2 comma inner product UV3. നമുക്ക് ഓരോന്ന് കാണാം. inner product UV1 U എന്ന് പറയുന്നത് 111, V1 എന്ന് പറയുന്നത് 010, V2 എന്ന് പറയുന്നത് -4/5 0 3/5, V3 എന്ന് പറയുന്നത് 3/5 0 4/5. അപ്പോൾ ഇന്ന പ്രൊഡക്റ്റ് UV1 ഈക്വൽ ടു 1 into 0 plus 1 into 1 plus 1 into 0 equal to 1. ഇനി inner product UV2 equal to 1 into -4/5 plus 1 into 0 plus 1 into 3/5, which is equal to -4/5 plus 3/5 equal to -1/5. Inner product UV3 equal to 1 into 3/5 plus 1 into 0 plus 1 into 4/5 equal to 3/5 plus 4/5 equal to 7/5. Therefore, coordinates of U with respect to S equal to ordered triplet 1 -1/5 7/5. അടുത്തൊരു റിമാർക്കാണ്, every non-zero finite dimensional inner product space has an orthonormal basis. അതായത് ഏതൊരു നോൺ സീറോ ഫൈനൈറ്റ് ഡയമെൻഷൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എടുത്താലും നമുക്ക് ഒരു ഓർത്തോനോർമൽ ബേസിസ് കണ്ടെത്താൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഗ്രാം സ്മിത്ത് ഓർത്തോനോർമലൈസേഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഒരു ബേസിസ് തരും, U1 U2 എക്സെട്ര UR എന്ന് പറഞ്ഞ ഒരു ബേസിസ് തരും ഓഫ് ആൻ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് V. ഇവിടെ സാധാ ബേസിസ് ആണ്. ഈ സാധാ ബേസിസിനെ നമ്മൾ ഒരു ഓർത്തോഗണൽ ബേസിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനെ നമുക്ക് V1 V2 എക്സെട്ര VR എന്ന് പറയാം. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്രാം സ്മിത്ത് പ്രോസസ് എന്ന് പറയാം. ഇനി നമുക്ക് ഒരു ഓർത്തോഗണൽ ബേസിസ് ഉണ്ടായാൽ നമുക്കൊരു ഓർത്തോനോർമൽ ബേസിസ് ഉണ്ടാക്കാൻ നമുക്കറിയാം, നോർമലൈസ് ചെയ്താൽ മതി. V1 by norm V1, V2 by norm V2 etc. VR by norm VR. ഇതായിരിക്കും നമ്മുടെ ഓർത്തോനോർമൽ ബേസിസ്. ഈ ഓർത്തോനോർമൽ ബേസിസ് കൺസ്ട്രക്ഷന് പറയുന്നതാണ് ഗ്രാം സ്മിത്ത് ഓർത്തോനോർമലൈസേഷൻ എന്ന് പറയുന്നത്. സാധാ ബേസിസ് ഓർത്തോഗണൽ ബേസിസ് ആക്കുന്നത് ഗ്രാം സ്മിത്ത് പ്രോസസ്സ്. സാധാ ബേസിസിന് ഓർത്തോനോർമൽ ബേസിസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഗ്രാം സ്മിത്ത് ഓർത്തോനോർമലൈസേഷൻ. ഇനി നമുക്ക് ഗ്രാം സ്മിത്ത് പ്രോസസ്സിൽ എന്തൊക്കെ സ്റ്റെപ്പ് വരുന്നു എന്ന് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ടു കൺവേർട്ട് എ ബേസിസ് U1
u2 etc. ur into an orthogonal basis v1 v2 etc. vr. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് 1 നമ്മൾ v1 ഡിഫൈൻ ചെയ്യാണ് v1 ഈക്വൽ ടു u1. സ്റ്റെപ്പ് 2 v2 നമ്മൾ ഡിഫൈൻ ചെയ്യാണ് u2 മൈനസ് inner product u2 v1 by norm v1 square v1. ഇനി അടുത്തതില് നമ്മൾ v3 ഡിഫൈൻ ചെയ്യാണ് v3 ഈക്വൽ ടു u3 മൈനസ് inner product u3 v1 by norm v1 square v1 minus inner product u3 v2 by norm v2 square into v2. In step 4 v4 equal to u4 minus inner product u4 v1 by norm v1 square v1 minus inner product u4 v2 minus norm v2 square v2 minus inner product u4 v3 by norm v3 square into v3. ഇത് നമ്മൾ 6 പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ തന്നിരിക്കുന്ന ബേസിസിനെ ഒരു ഓർത്തോഗണൽ ബേസിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. Let R4 have Euclidean inner product. Use the Gram-Schmidt orthonormalization to transform the basis set u1, u2, u3, u4 into an orthonormal basis where u1 equal to 0 to 1 0, u2 equal to 1 minus 1 0 0, u3 equal to 1 2 0 minus 1 and u4 equal to 1 0 0 1. അപ്പോൾ നമുക്കൊരു ബേസിസ് തന്നിട്ടുണ്ട്, നമുക്കൊരു ഓർത്തോനോർമൽ ബേസിസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ബേസിസിനെ ഒരു ഓർത്തോഗണൽ ബേസിസ് ആവും, എന്നിട്ട് ആ ബേസിസിനെ നമ്മൾ നോർമലൈസ് ചെയ്യും. നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ലെറ്റ് v1 ഈക്വൽ ടു u1 which is equal to 0 to 1 0. ഇനി അടുത്ത സ്റ്റെപ്പ് v2 equal to u2 minus inner product u2 v1 by norm v1 square into v1. അപ്പോൾ v1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ നോം v1 എന്ത് വരും നോക്കാം. ഈക്വൽ ടു റൂട്ട് ഓഫ് വരിക. അപ്പോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് വേണ്ട. നോം v1 സ്ക്വയർ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് v1 v1 കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 0 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇനി ഇന്നർ പ്രൊഡക്റ്റ്
u2 v1. This is equal to 1 into 0 plus minus 1 into 2 plus 0 into 1 plus 0 into 0 equal to minus 2 നമുക്ക് കിട്ടും. അപ്പോൾ therefore u2 equal v2 equal to u2 1 minus 1 0 0 minus inner product u2 v1 minus 2 by norm v1 square 5 into v1 0 2 1 0. This is equal to 1 minus 1 0 0 minus minus plus I 2 by 5 ഈ 2 by 5 ഉള്ളിൽ ഗുണിക്കുക. 2 by 5 ഉള്ളിൽ ഗുണിക്കുമ്പോൾ നമുക്ക് 0 4 by 5 2 by 5 0. ഇനി കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് ആഡ് ചെയ്യാം. അപ്പോൾ 1 plus 0 1 minus 1 plus 4 by 5 നമുക്ക് minus 1 by 5 കിട്ടും. 0 plus 2 by 5 2 by 5 0 plus 0 0. ഇനി അടുത്ത് നമുക്ക് v3 കാണാം. v3 equal to u3 minus inner product u3 v1 by norm v1 square v1 minus inner product u3 v2 by norm v2 square v2. This is equal to u3 എന്ന് പറയുന്നത് 1 2 0 minus 1 minus inner product u3 v1 u3 എന്ന് പറയുന്നത് 1 2 0 minus 1 v1 എന്ന് പറയുന്നത് 0 2 1 0 v2 എന്ന് പറയുന്നത് 1 minus 1 by 5 2 by 5 0. അപ്പോൾ u3 v1 1 into 0 plus 2 into 2 plus 0 into 1 plus minus 1 into 0 divided by v1 norm v1 square നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു 5 minus into v1 minus inner product u3 v2 1 into 1 plus 2 into minus 1 by 5 plus 0 into 2 by 5 plus minus 1 into 0 divided by norm v2 square. Norm v2 square വരിക 1 square plus minus 1 by 5 whole square plus 2 by 5 whole square plus 0 square v2. This is equal to 1 2 0 minus 1 minus 4 by 5 v1 0 2 1 0 minus 1 minus 2 by 5 3 by 5 എന്ന് കിട്ടും divided by 1 plus 5 by 5 divided by 1 plus 5 by 25 എന്ന് വരും into v2 1 minus 1 by 5 2 by 5 0 1 plus 5 by 25 നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 6 by 25 എന്ന് വരും 1 plus 5 by 25 ചെയ്യുമ്പോൾ നമുക്ക് 30 by 25 എന്ന് വരും അതായത് 6 by 5 വരും അപ്പോൾ 3 by 5 divided by 6 by 5
5ഉം 5ഉം ക്യാൻസൽ ആവും, 3യും 6ഉം ക്യാൻസൽ ആയിട്ട് ബാക്കി 2 വരും, ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അപ്പോൾ ഈ ടേം 1/2 ആണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 2 0 മൈനസ് 1 മൈനസ് 4/5 ഉള്ളിലേക്ക് ഗുണിക്കുക, 0 8/5 4/5 0 മൈനസ് ഈ ടേം എന്നുള്ളത് 1/2 ആണ്. ഇനി 1/2 ഉള്ളിലേക്ക് ഗുണിക്കുക, അപ്പോൾ 1/2 മൈനസ് 1/10 4/10 0. ഇനി ഇൻഡിവിജ്വൽ കോർഡിനേറ്റ്സ് കുറയ്ക്കുക, ഈക്വൽ ടു 1 മൈനസ് 0 മൈനസ് 1/2 നമുക്ക് 1/2 എന്ന് കിട്ടും. ഇനി 2 മൈനസ് 8/5 മൈനസ് മൈനസും മൈനസും പ്ലസ് ആവും, 1/10. എൽസിഎം എടുക്കുമ്പോൾ നമുക്ക് 20 മൈനസ് 16 പ്ലസ് 1/10 വരും, ഈക്വൽ ടു 5/10 ഈക്വൽ ടു 1/2. ഇനി 0 മൈനസ് 4/5 മൈനസ് 4/10 4/5 മൈനസ് 4/10 1/2 കൊണ്ടാണ് നമ്മൾ ഗുണിച്ചത്, ഇവിടെ ചെറിയ തെറ്റുണ്ട്. 1/2 ഇൻറ്റു 2/5 അത് 1/5 ആ വരിക, 1/5. അപ്പോൾ മൈനസ് 4/5 മൈനസ് 1/5 മൈനസ് 1 എന്ന് വരും. ഇനി മൈനസ് 1 മൈനസ് 0 മൈനസ് 0 മൈനസ് 1, ഇതായിരിക്കും നമ്മുടെ V3. ഇനി അടുത്തത് നമുക്ക് V4 കാണാം. അപ്പോൾ V4 ഈക്വൽ ടു U4 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് U4 V1 by norm V1 square V1 minus inner product U4 V2 minus norm V2 square V2 minus inner product U4 V3 by norm V3 square into V3. ഇത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 4/15 4/15 മൈനസ് 8/15 4/5 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ V1 V2 V3 V4 കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് V4 ഈക്വൽ ടു 4/15 4/15 minus 8/15 4/5. V3 equal to 1/2 1/2 minus 1 minus 1. V2 equal to 1 minus 1/5 2/5 0, and V1 equal to 0 2 1 0. Therefore, by Gram-Schmidt process, set V1 V2 V3 V4 is an orthogonal basis. നമ്മളൊരു ഓർത്തോഗണൽ ബേസിസ് കൺസ്ട്രക്ട് ചെയ്തു, പക്ഷെ നമുക്ക് വേണ്ടത് ഒരു ഓർത്തോ നോർമൽ ബേസിസ് ആണ്. അപ്പൊ നമുക്ക് ഈ 4 വെക്ടേഴ്സിനെ നോർമലൈസ് ചെയ്യണം. നമുക്ക് ഓരോന്നിന്റെ നോം കാണാം. നോം V1 equal to root of inner product V1 V1. This is equal to root of 0 square plus 2 square plus 1 square plus 0 square equal to root 5. ഇതേപോലെ നോം V2 equal to root of 1 square plus 1/25 plus 4/25
പ്ലസ് 0 ഈക്വൽ ടു റൂട്ട് 30/5 എന്ന് കിട്ടും. നോം v3 ഈക്വൽ ടു റൂട്ട് ഓഫ് 1/4 പ്ലസ് 1/4 പ്ലസ് 1 പ്ലസ് 1 equal to root 10/2, and norm v4 equal to root of 16/225 plus 16/225 plus 64/225 plus 16/25. ഉത്തരം വരിക 4/15 root 15. ഇനി ഞാൻ ഡിഫൈൻ ചെയ്യാണ്. വെക്ടർ q1 equal to v1 by norm v1. This is equal to 0, 2/√5, 1/√5, 0. q2 equal to v2 by norm v2. This is equal to 5/√30 minus 1/√30, 2/√30, 0. q3 equal to v3 by norm v3 equal to 1/√10, 1/√10 minus 2/√10 minus 2/√10, and q4 equal to v4 by norm v4 equal to 1/√15, 1/√15 minus 2/√15, 3/√15. Therefore, set q1, q2, q3, q4 is an orthonormal basis for R4. കുറച്ച് ലെങ്തി പ്രോസസ് ആണ്, പക്ഷെ എളുപ്പമാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.